നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോഴ വിവാദത്തിൽ തുറന്നടിച്ച് MT രമേശ്. അന്വേഷണ റിപ്പോർട്ടിൽ തന്റെ പേര് പരാമർശിച്ചത് ബോധപൂർവം. വിവാദങ്ങളുണ്ടാക്കി നേതൃമാറ്റം നടത്തുന്ന കാലം അവസാനിച്ചെന്നും രമേശ് റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചോരാൻ പാടില്ലല്ലോ. അത് ഒറിജിനൽ റിപ്പോർട്ടാണെങ്കിൽ അത് ബോധപൂർവമാണ്. കോഴ വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. That has been routed through the Hawala and it has reached Delhi also. It has reported in the national media. വിവാദത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. കുമ്മനം രാജശേഖരനെ ദില്ലിക്ക് വിളിപ്പിച്ചു. BJP സംസ്ഥാന നേതൃയോഗം നാളെ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. ഡ്രൈവേഴ്സ് ക്ലബ് എന്ന പേരിൽ സിനിമയിൽ കൊട്ടേഷൻ സംഘത്തിന് പൾസർ സുനി രൂപം കൊടുത്തതായി പോലീസ്. അംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്തു. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. പ്രവാസി ഇന്ത്യക്കാർക്ക് വോട്ടവകാശം യാഥാർത്ഥ്യമാകുന്നു. ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിയമ ഭേദഗതി ബിൽ എപ്പോൾ അവതരിപ്പിക്കുമെന്ന് സുപ്രീം കോടതിയെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണം. പീഡനശ്രമത്തിന് കേസെടുത്ത വിൻസെന്റ് MLA ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണ സംഘം സ്പീക്കറെ തീരുമാനം അറിയിച്ചു. വിൻസെന്റിനെതിരെ പാർട്ടി അന്വേഷണം നടത്തില്ലെന്ന് MM ഹസൻ. KP രാമനുണ്ണിക്കെതിരെ വധഭീഷണി. 6 മാസത്തിനുള്ളിൽ മതം മാറണമെന്ന് ഭീഷണിക്കത്തിൽ ആവശ്യം. ജോസഫിന്റെ കൈവെട്ടിയ സംഭവം ആവർത്തിക്കുമെന്ന് മുന്നറിയിപ്പ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിന് സംഘപരിവാറിനെതിരെ ദീപാ നിശാന്തിന്റെ പരാതി. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. മെഡിക്കൽ കോളേജ് കോഴ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിൽ തന്റെ പേര് പരാമർശിച്ചതും റിപ്പോർട്ട് ചോർത്തി നൽകിയതും ബോധപൂർവമാണെന്ന് MT രമേശ്. തന്നെ മോശക്കാരനാക്കാൻ ശ്രമം നടന്നു. വിവാദങ്ങളുണ്ടാക്കി പാർട്ടിയിൽ നേതൃമാറ്റം നടത്തുന്ന കാലമൊക്കെ കഴിഞ്ഞെന്നും രമേശ് റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ തുറന്നടിച്ചു. മെഡിക്കൽ കോഴ അന്വേഷിച്ച പാർട്ടി കമ്മീഷണർ റിപ്പോർട്ട് ചോർത്തിയത് തന്നെ മോശക്കാരനാക്കാനുള്ള ശ്രമമായിട്ടാണ് MT രമേശ് കാണുന്നത്. പാർട്ടി വ്യക്തമാക്കുന്നതുവരെ ഇത് യഥാർത്ഥ റിപ്പോർട്ടാണെന്ന് കരുതുന്നില്ലെന്ന് രമേശ് പറഞ്ഞു. ഇത് ശരിയായ റിപ്പോർട്ടാണെങ്കിൽ ബോധപൂർവം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതാണ്. വിദൂര ബന്ധം പോലുമില്ലാത്ത ഒരു വിഷയത്തിൽ തന്റെ പേര് പരാമർശിച്ചതും ബോധപൂർവമാണെന്ന് രമേശ് പറഞ്ഞു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചോരാൻ പാടില്ലല്ലോ. അത് ഒറിജിനൽ റിപ്പോർട്ടാണെങ്കിൽ അത് ബോധപൂർവമാണ്. കാരണം എനിക്ക് ഒരു വിദൂര ബന്ധം പോലുമില്ലാത്തൊരു വിഷയത്തിൽ എന്തിനാണ് എൻ്റെ പേര് വലിച്ചിഴച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതായിട്ട് വരും. വിവാദങ്ങൾ ഉണ്ടാക്കി നേതൃമാറ്റം നടത്തുന്ന കാലമൊക്കെ കഴിഞ്ഞുവെന്ന് രമേശ് തുറന്നടിച്ചു. ആര് ഏത് ചുമതല വഹിക്കണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ നടക്കുന്ന വാർത്തകൾ വെളിയിൽ വരിക, ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ചില ക്യാമ്പയിനുകൾ നടത്തുക. BJPയിൽ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. BJPയിൽ ചുമതലകൾ നിശ്ചയിക്കുന്നതും BJPയുടെ ഓരോ ചുമതലയിലേക്ക് ആര് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരള ഘടകം മാത്രമല്ല. മെഡിക്കൽ കോളേജ് കോഴയിൽ ഉൾപ്പെട്ട സതീഷ് നായരെ പരിചയമുണ്ടെന്ന് രമേശ് പറഞ്ഞു. RS വിനോദുമായും നല്ല സൗഹൃദവും അടുപ്പവുമുണ്ട്. പക്ഷേ ആരുടെയും സ്വകാര്യ താല്പര്യത്തിന് കൂട്ടുനിന്നിട്ടില്ലെന്ന് MT രമേശ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. മെഡിക്കൽ കോഴ ആരോപണം അന്വേഷിച്ച AK നസീറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പുറത്താക്കപ്പെട്ട BJP അംഗം RS വിനോദ്. AK നാസറിന്റെ സിമി ബന്ധം അന്വേഷിക്കണം. BJPയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളാണ് AK നസീർ എന്നും വിനോദ് റിപ്പോർട്ടറിന്റെ ന്യൂസ് നൈറ്റ് പരിപാടിയിൽ പറഞ്ഞു. വളരെ ഗുരുതരമായ ആരോപണങ്ങളല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റി അന്വേഷിക്കണം. അദ്ദേഹം സിമിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അന്വേഷിക്കണം. അദ്ദേഹം പാർട്ടിയെ BJPയെ തകർക്കാൻ BJPക്കുള്ളിൽ വന്നയാളാ. ഇതൊക്കെയാണ് ഇനി പരിശോധിക്കേണ്ടത്. അതിന് തെളിവുകൾ, നിരവധി തെളിവുകൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരും ദിവസങ്ങളിൽ അത് വാർത്താമാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തായാലും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞാൻ അത്തരം കാര്യങ്ങൾ വാർത്താമാധ്യമങ്ങളുടെ മുമ്പിൽ വരും എന്നുള്ളത് സത്യമാണ്. മെഡിക്കൽ കോഴ അന്വേഷണ റിപ്പോർട്ട് MT രമേശിനെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് RS വിനോദ് പറഞ്ഞു. മൊഴിയെടുക്കാൻ വിളിച്ച മുഴുവൻ പേരോടും രമേശിന്റെ പേര് പറയാൻ KP ശ്രീശനും നസീറും ആവശ്യപ്പെട്ടെന്നും വിനോദ് വെളിപ്പെടുത്തി. തീർച്ചയായിട്ടും MT രമേശിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം ഈ KP ശ്രീശനും AK നസീറും ഈ റിപ്പോർട്ട് ശേഖരിക്കാൻ വന്ന സമയത്ത്, ഇത് പരിശോധിക്കാൻ വന്ന സമയത്ത് ഇതിൽ ആരെയൊക്കെയാണോ ബന്ധപ്പെട്ടത് അവരോടൊക്കെ MT രമേശിന്റെ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടു. എന്നോട് ചോദിച്ചല്ലോ MT രമേശിന്റെ പേര്.
ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ കെ വി അബ്ദുൽ ഖാദർ MLA, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ AS സജീവൻ എന്നിവരാണ്. PC തോമസ്, അഡ്വക്കേറ്റ് A ജയശങ്കർ, അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, ശ്രീ PM വേലായുധൻ എന്നിവരെ നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ഇക്കാര്യത്തിൽ ഈ ആരോപണങ്ങൾ ഉണ്ടായി, ഈ വാർത്തകൾ ഇത്രയും ശക്തമായി ഉയർന്നു. 2 ദിവസം പാർലമെന്റിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു. ഇന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഏറെ കൗതുകകരവും രസകരവുമെന്ന് തോന്നും ശ്രീ GVL നരസിംഹറാവു, അതേ പാർട്ടി വക്താവിന്റെ പ്രസ്താവന. അദ്ദേഹം പറയുന്നത് അഴിമതി എന്ന് പറയുന്നവർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. വ്യക്തി നടത്തിയ സ്വകാര്യ അധാർമിക ഇടപാട് മാത്രമാണിത്. ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞു പാർട്ടിക്കോ ദേശീയ നേതൃത്വത്തിനോ ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സ്വതന്ത്ര സ്ഥാപനമാണ്, സർക്കാരുമായി ഇതിന് ബന്ധമില്ല. കേന്ദ്ര സർക്കാർ വഴി ഈ സ്ഥാപനത്തെ സ്വാധീനിക്കാനും കഴിയില്ല. പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ഇതാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ശ്രീ GVL നരസിംഹറാവു, BJPയുടെ ദേശീയ വക്താവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇക്കാര്യത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും നിലയിൽ സ്വീകാര്യമാണോ ഈ വിശദീകരണം BJP ദേശീയ നേതൃത്വത്തിന്റെ? ഒരു നിലയ്ക്കും ഇത് സ്വീകാര്യമല്ലല്ലോ. എല്ലാ അഴിമതിയും ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളല്ലേ? 2G സ്പെക്ട്രത്തിൽ കുറെ വ്യക്തികളാണ് അഴിമതി ചെയ്തത്, ചില വ്യക്തികളാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ. പക്ഷേ 5,60,00,000 രൂപ RS വിനോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ അത്രമാത്രം തലയ്ക്ക് സുഖമില്ലാത്ത ആളല്ലല്ലോ ഈ ഷാജി എന്ന് പറയുന്ന BJPയുമായി ബന്ധമുള്ള ആൾ. എങ്ങനെയാണ് നിങ്ങൾക്ക് 5,60,00,000 രൂപ ഒരാൾ വെറുതെ തരും? ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണോ? ഇവർ തമ്മിൽ വേറെ വല്ല ബന്ധമുണ്ടോ? വല്ല സ്ഥലക്കച്ചവടം നടന്നുണ്ടോ? അതില്ലല്ലോ. അപ്പോൾ RS വിനോദ് BJPയുടെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹം ഇത്തിരി പൈസ കൊടുത്താൽ ഇത് കിട്ടും എന്ന നല്ല ഉറപ്പ് ഈ കൊടുക്കുന്ന ആൾക്കുണ്ട്. BJPയുമായി ബന്ധമുള്ള ആളാണ് ഷാജി എന്നും കൂടി ഓർക്കുക. അങ്ങനെയെങ്കിൽ അത് വേറൊരു ഉറപ്പ് പോരാ, അദ്ദേഹത്തിലുള്ള ബന്ധം വേണം. ഇപ്പൊ സതീഷ് നായരെ കുറിച്ച് പറഞ്ഞു. സതീഷ് നായർ ഇതിന് മുമ്പുള്ള ഗവൺമെന്റ് കാലത്തും ഈ റാക്കറ്റിൽപ്പെട്ട ആളാണ്. അത് മൻമോഹൻ സിംഗ് ആയാലും മോഡി ആയാലും ഈ റാക്കറ്റും മാഫിയയും അതുപോലെ കളിക്കുന്നു. അതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്ന ബന്ധം ഇപ്പോൾ BJP നേതാക്കന്മാർക്കാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. ഈ കളികളൊക്കെ അതുപോലെ നടക്കുന്നു. അത്ര ഉറപ്പില്ലാതെ പൈസ കൊടുത്തിട്ടില്ല എന്ന കാര്യം തീർച്ച. അതുകൊണ്ട് കേന്ദ്ര നേതാക്കളുടെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഉറപ്പില്ലാതെ പറ്റില്ല. മാത്രമല്ല പൈസ ഹവാല ഡൽഹിക്ക് അയച്ചു എന്ന കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് സംശയമില്ല. ഡൽഹിയിൽ വായുവിലേക്കല്ലല്ലോ ഈ പൈസ അയച്ചത്, ഡൽഹിയിൽ ഒരാൾക്കല്ലേ. അവിടെ ആ ഒരാൾ ആരാണ്? ആ ഒരാൾ ആരായാലും അയാൾക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ മൂന്നാമത്തെ കാര്യം മെഡിക്കൽ കൗൺസിലിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ എത്ര ഇത് സംബന്ധിച്ച് അഴിമതി ചർച്ച ചെയ്ത് എത്ര സസ്പെൻഷൻ, അതിന്റെ ചെയർമാനെ പുറത്താക്കുക വരെ ചെയ്ത ഒരു സംഗതിയാണ് മെഡിക്കൽ കൗൺസിൽ. കൂണ് പോലെ മുളച്ചു പൊന്തുന്ന മെഡിക്കൽ കോളേജുകൾക്ക് ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ലെങ്കിലും അംഗീകാരം വാങ്ങിക്കൊടുക്കാൻ കോടാനുകോടിയുടെ മറിയുന്നു. ഇപ്പൊ 70 കോളേജിന്റെ കാര്യം അപ്പൊ പറയണേ. ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഞങ്ങൾ അഴിമതിക്കെതിരായി 2G സ്പെക്ട്രം ഒക്കെ പറഞ്ഞ് കോമൺവെൽത്തും പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ. ഇപ്പൊ നമ്മള് കണ്ടു ഓരോ അഴിമതികൾ, ഈ അഴിമതി മാത്രമല്ല നിരവധി അഴിമതികൾ ഇതിനുശേഷം പൊട്ടിപ്പുറപ്പെട്ടു. ആ അർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് ബാലിശവും മനുഷ്യൻ കേട്ടാൽ വിശ്വസിക്കാത്തതുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ഒരു കക്ഷിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇങ്ങനൊരു നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. മുകളിലേക്ക് ഇതിന്റെ കണ്ണി പോയാൽ എവിടെയോ പെടും എന്നുള്ളത് തന്നെയാണ്. താങ്കൾ ദയവായി തുടരുക, ഞാൻ വരാം. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇതിൽ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു, വിജിലൻസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പക്ഷേ നമ്മൾ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോഴാണ് ഇതിൽ വിജിലൻസ് അന്വേഷണത്തിൽ കാര്യങ്ങൾ ഒതുങ്ങുമോ എന്ന സംശയം വരുന്നത്. ഇപ്പോൾ BJPക്കുള്ളിലെ വിഭാഗീയതയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നമുക്ക് അവിടെ നിൽക്കട്ടെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഹവാല ഇടപാട് ഇതിൻ്റെ ഭാഗമായി നടന്നു എന്നാണ് ഈ അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ആ ഹവാല ഇടപാട് പെരുമ്പാവൂരുള്ള ഒരാൾ കേന്ദ്രീകരിച്ച് ഈ പണം 5 കോടിയിലധികം രൂപ ഡൽഹിയിലെത്തിച്ചു. അതായത് ഇതിലൊരു ഹവാല ഇടപാട് നടന്നിട്ടുണ്ട്. അതിൽ ഇടനിലക്കാരായി നമ്മുടെ നാട്ടിലുള്ളവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് പണം ലഭിച്ചു. ആ പണം ദില്ലിയിലെത്തിച്ചു. ദില്ലിയിൽ ചില കേന്ദ്രങ്ങളിലേക്ക് പണം പോയി. അങ്ങനെ ഈ മെഡിക്കൽ കോളേജിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട കോഴ ഇടപാട് ഇവിടെ നിന്ന് തുടങ്ങി ഈ ഹവാല ഇടപാടിലൂടെ ദില്ലിയിലെത്തിയിരിക്കുകയാണ്. ഇതിൽ
നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ഒരു അന്വേഷണം കൊണ്ട് അല്ലെങ്കിൽ വിജിലൻസിന്റെ ഒരു അന്വേഷണം കൊണ്ട് മാത്രം അവസാനിക്കുമോ? ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ദേശീയ നേതൃത്വത്തിന് BJPയുടെ ദേശീയ നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട്, അതുകൊണ്ട് കുറെ കൂടി വിശാലമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന്. പ്രതിപക്ഷവും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. CBI പോലുള്ള ഏജൻസികൾ ഇത് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിജിലൻസ് അന്വേഷണം ഇതിലെ വസ്തുതകൾ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുമോ? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. നമ്മുടെ സംസ്ഥാനത്തെ BJP നേതൃത്വം എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്ന ആളുകളാണ്. ഈ നാട്ടിലെ ഏത് വിഷയത്തെക്കുറിച്ചും ടെലിവിഷനിൽ പ്രതികരിക്കാൻ സർവ്വഥാ യോഗ്യര് ഞങ്ങൾ മാത്രമാണ് എന്ന് കരുതിയിരുന്ന BJP നേതാക്കളെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാര്യമായി കാണുന്നില്ല. എല്ലാ കാര്യങ്ങളിലും തങ്ങൾ മാത്രമെന്നല്ല തങ്ങളാണ് വിശുദ്ധർ എന്ന് വിശ്വസിക്കുകയും മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ ഇന്ന് തലയിൽ മുണ്ടിട്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം ഇവിടെ ഉയർന്നു വന്ന BJPയുടെ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണമാണ്. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ കേവലമായൊരു കോഴ ഇടപാട് മാത്രമല്ല നടന്നിട്ടുള്ളത്, ഹവാല പണമാണ് വിതരണം ചെയ്തിട്ടുള്ളത് എന്ന് BJP നിയോഗിച്ച കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ദേശവിരുദ്ധമായ ഒരു പ്രവൃത്തി നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണകക്ഷിയുടെ തണലിൽ നടന്നു എന്നത് വളരെ ഗൗരവപ്പെട്ടൊരു ഇഷ്യൂ ആണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും അംഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ ഹവാല പണം കോഴ ഇടപാടിന് വിനിമയം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ ആ പാർട്ടിയെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ള പത്രക്കുറിപ്പോ പത്രസമ്മേളനമോ യഥാർത്ഥത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അപഹാസ്യമായ ഒന്നാണ്. കാരണം ഇവിടെ നടന്നിട്ടുള്ളത് കോഴ ഇടപാട് മാത്രമല്ല, ഹവാല പണം കൂടെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ വെല്ലുവിളിക്കുന്ന തകർക്കുന്ന ഹവാല ഇടപാട് നടന്നത് ഒരു ദേശീയ പാർട്ടിയുടെ തണലിലാണ് എന്നതിൽ നിന്ന് അവരുടെ പങ്ക് വളരെ വ്യക്തമാണ്. അവർക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ദേശീയ നേതൃത്വം, പ്രധാനമന്ത്രി ഇവിടെ നോട്ട് പിൻവലിക്കൽ കാലത്ത് എന്തൊക്കെയാ പറഞ്ഞത്? ഇനി നമ്മുടെ നാട്ടിൽ ഹവാല ഇടപാടോ കള്ളപ്പണമോ കള്ളനോട്ടോ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ ഈ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരറ്റം മാത്രമാണ്. ശ്രീ കോടിയേരി പറഞ്ഞ വളരെ കറക്റ്റാണ്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഈ സംഭവം. ഇവിടെ എന്തൊക്കെയാണ് നടത്തുന്നത്? കള്ളനോട്ടടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ BJPയുടെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ കള്ളനോട്ടടിച്ചത്. ചെറിയ കാര്യമാണോ? BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ കള്ളനോട്ട് വിതരണം ചെയ്യപ്പെട്ട് ആ പാർട്ടിക്കുണ്ടായ വലിയ ക്ഷീണത്തിൽ നിന്ന് അവർ കരകയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് BJPക്കകത്ത് തന്നെ പുറത്തു വന്ന വിവരങ്ങൾ സംസ്ഥാനത്തെ വലിയ തോതിൽ അമ്പരപ്പിച്ചിട്ടുള്ളത്. ഇവിടെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു 2 വരി പ്രസ്താവന കൊണ്ട് അവർക്ക് അവരുടെ മുഖം രക്ഷപ്പെടുത്താനാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ലോക്സഭയിൽ പ്രതിരോധത്തിലായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ. മഹാഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങേയറ്റം പ്രതിരോധത്തിലായ നാണം കെട്ട ഒരു ദിവസമാണ് ഇന്നലെയും ഇന്നും എന്ന് നമ്മൾ കാണുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. JP നദ്ദയ്ക്ക് ഇന്ന് മറുപടി പറയാമായിരുന്നു. അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഈ വിഷയം ശ്രീ സമ്പത്ത് MP ഉന്നയിച്ചത്. അദ്ദേഹത്തിന് മറുപടി പറയാമായിരുന്നു. അദ്ദേഹം മറുപടി പറയാതെ സീറ്റിലിരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ശ്രീ GVL നരസിംഹറാവു ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി പാർട്ടി ഫോറത്തിൽ രംഗത്ത് വന്നത്. സഭയ്ക്കുള്ളിൽ BJP നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ മറുപടി പറയാമായിരുന്നു, പറഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീ അക്കീരമൺ കാളിദാസ പട്ടതിരി BDJS നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അക്കീരമൺ കാളിദാസ പട്ടതിരി, താങ്കൾ അടങ്ങുന്ന മുന്നണിയെ നയിക്കുന്നത് BJP ആണ് കേരളത്തിൽ. ആ BJP ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ്. കോഴ ആരോപണത്തിൽ ആ പാർട്ടി നട്ടം തിരിയുകയാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത്
ഈ നിലയിലാണ് ഈ NDA മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എവിടെ ചെല്ലു നിൽക്കും എന്ന് BDJS-ന് ആശങ്കയില്ലേ? നേതാക്കന്മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയത, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഇത് മറ്റു പലരെ ലക്ഷ്യം വെച്ചാണ് ഈ പേരുകൾ റിപ്പോർട്ടിൽ വരുന്നതെന്ന്. യഥാർത്ഥ റിപ്പോർട്ടല്ല പുറത്തു വന്നതെന്ന് ഒരു വിഭാഗം പറയുന്നു. പാർട്ടി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ നീളുകയാണ്. സർവോപരി ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു കോഴയുടെ കേന്ദ്രമായി BJP മാറി എന്ന ആക്ഷേപം ഉയരുന്നു. നിരവധി ആരോപണങ്ങൾ. ഇപ്പോൾ 4-5 ജില്ലാ കമ്മിറ്റികൾക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി ലഭിച്ചു. BJPയുടെ കോഴിക്കോട് നടന്ന നാഷണൽ കൗൺസിൽ യോഗത്തിൽ അതിൻ്റെ നടത്തിപ്പിൽ വലിയ അഴിമതി ഉണ്ടായതായി ഇപ്പോൾ ആരോപണം വരുന്നു. ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വരികയാണ്. എങ്ങനെ BJPക്ക് കേരളത്തിൽ NDA എന്ന സംവിധാനത്തെ നയിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? BDJS-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരം അഴിമതിക്ക് കൂട്ടുവെക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇതിനകത്ത് ഇന്നത്തെ ഈ റിപ്പോർട്ടുകളിലെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് BJP-യിലെ ഇഷ്യൂസിൽ അവർ തന്നെയാണ് അന്വേഷണത്തിന് ഏർപ്പാട് ചെയ്തതെന്നും അതിൽ നിന്ന് പുറത്തേക്ക് വന്ന വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഇത് എത്രമാത്രം അതിന്റെ വസ്തുതകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ആരോപണം വന്നപ്പോൾ അത് തെളിയിക്കപ്പെടുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് നേരെ മറിച്ച് ഞങ്ങൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ മുമ്പിൽ കാണുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നമുക്ക് വിശ്വാസത്തിൽ എടുത്തേ പറ്റൂ. കാരണം അവർ ആ തരത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അവരുമായിട്ടൊക്കെ ധാരണകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ ഇതൊരു ആരോപണം എത്രമാത്രം ഇതിനകത്ത് വസ്തുതയുണ്ടെന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. താങ്കൾ പറയുന്നത് BDJS ഇക്കാര്യത്തിലുള്ള ആശങ്ക BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, അതിന് പരിഹാരം കാണാമെന്നൊരു ഉറപ്പും ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയാണോ? ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ നീക്കങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ BJP ഇപ്പൊ ഒരാള് ആരോപിക്കപ്പെട്ടപ്പോൾ എല്ലാം കുറ്റക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ പാവം ചെയ്യാത്തവർക്കല്ല റിയേറ്റ് എന്നുള്ളതും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് കേരളത്തിലെ രാഷ്ട്രീയം സംശുദ്ധമായേ തീരൂ. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിലും നമ്മൾ കേന്ദ്രത്തിൽ ഒരുപാട് കുംഭകോണങ്ങൾ കണ്ട് മടുത്തിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നത്തിലേക്ക് ചെല്ലണമെങ്കിൽ അഴിമതിയുള്ള നേതാക്കന്മാരെ നമുക്ക് അംഗീകരിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BDJS-ന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ശുദ്ധമായ രാഷ്ട്രീയമാണ്, സംശുദ്ധമായ രാഷ്ട്രീയമാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് BDJS നിലകൊള്ളുന്നതെങ്കിൽ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ BJP-യെ മൂടുമ്പോൾ അതിനൊപ്പം എങ്ങനെ നിൽക്കും? ഇതിൽ ഒരു വ്യക്തത വരുന്നില്ലല്ലോ. തന്നെയല്ല, ഇത് പുറത്തുള്ള ഏജൻസികൾ കണ്ടെത്തിയതല്ല. BJP ഒരു ആഭ്യന്തര അന്വേഷണം നടത്തി ഒരു കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയുടെ ഭാരവാഹിയെ, അവരുടെ സഹകരണ സെല്ലിന്റെ കൺവീനറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അഴിമതി BJP അവിടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നത് താങ്കൾ കാണുന്നില്ലേ? അല്ലല്ല, ഇതിനകത്ത് വസ്തുതകൾ കുറെ കൂടെ വ്യക്തമാകാനുണ്ട്. തന്നെയല്ല, അതിനകത്ത് BJP തന്നെ അവര് തന്നെ ആഭ്യന്തരമായിട്ട് അന്വേഷണത്തിന് വെച്ചപ്പോൾ തന്നെ അതിനകത്തൊരു ആത്മാർത്ഥത ഉള്ളതുപോലെ തോന്നുകയാണ്. അപ്പൊ അതിനകത്ത് അവർ തന്നെ ശ്രമിക്കുന്നുണ്ട്, അതിനകത്ത് കുഴപ്പക്കാരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് കാണാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ നമ്മൾ മുമ്പിൽ കാണുന്ന നേതാക്കന്മാരിലെ വ്യക്തിത്വമുള്ള അനവധി ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതോടൊപ്പം നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് സുതാര്യമായ രാഷ്ട്രീയമാണ്. NDAയുടെ യോഗം അടിയന്തരമായി വിളിച്ചുകൂട്ടി ഈ BJP നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണം ചർച്ച ചെയ്യണം എന്നൊരാവശ്യം BDJS ഉന്നയിച്ചിട്ടുണ്ടോ? NDA അതുണ്ട്, ആ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് എത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ളത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ അനവധി രാഷ്ട്രീയ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മള് ഇപ്പൊ ഓരോ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ മൊത്തം തന്നെ രാഷ്ട്രീയക്കാർക്ക് ഐഡന്റിറ്റി ഉണ്ടാകേണ്ട ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യമുണ്ട്, ഈ ഒരു തരം അഴിമതിക്ക് നമുക്ക് കൂട്ടുനിൽക്കാൻ നിവൃത്തിയില്ല. ആരോപിതരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ അങ്ങനെ അതിന്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് അവരെ നടപടി എടുക്കുകയും വേണം. അത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ആരോപണം വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെടേണ്ട ബാധ്യതയുണ്ട്. അപ്പൊ അതല്ലാണ്ട് അവർ ഉടനെ ആ നടപടിയിലേക്ക് നീങ്ങാനല്ലോ. അതിൽ വസ്തുത സത്യം അറിഞ്ഞിട്ട് നടപടിയിലേക്ക് നീങ്ങാനാണ് BDJS-ന്റെ തീരുമാനം ഇപ്പോൾ ഉള്ളത്. ശരി, താങ്കൾ തുടരുക, ഞാൻ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ടെലിഫോൺ ലൈനിൽ. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിപ്പോൾ
ഇതിലെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇതിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് നമുക്ക് ഇത്തിരി സമയത്തേക്ക് മാറ്റിവെക്കാം. ബി ജെ പിക്ക് അകത്ത് എന്താണ് നടക്കുന്നത്? ബി ജെ പി കേന്ദ്ര ഭരണത്തിൻ്റെ മറവിൽ വലിയ തോതിലുള്ള അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണോ? കാരണം പെട്രോൾ പമ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ട് ബി ജെ പിക്കുള്ളിൽ കാലങ്ങളോളം ചർച്ച ചെയ്തിരുന്നു, അതിന്മേൽ നടപടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വേറൊരു റിപ്പോർട്ട് വരുന്നു, മെഡിക്കൽ കോഴ, അതിൽ നടപടിയും ഉണ്ടാകുന്നു. ബി ജെ പിക്കുള്ളിൽ ഈ ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോഴൊക്കെ അതിൻ്റെ തണലിൽ കേരളത്തിലെ നേതാക്കൾ അഴിമതിക്കാരായി മാറുന്നുണ്ടോ എന്ന ആക്ഷേപം അല്ലെങ്കിൽ അത്തരം സംശയം ബലപ്പെടുത്തുകയാണോ ഈ വിവാദം? തീർച്ചയായിട്ടും ബി ജെ പി ഇവിടെ ഒരു 10 മുതൽ 15 വരെ ശതമാനം വോട്ട് സമാഹരിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ്. ആ കാര്യം നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഈ പാർട്ടിക്ക് ഇതുവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് ഒരു MP ഇതുവരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ആകെ ഒരു MLA വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 10 ഒരു കൈയിന്റെ 2 കൈ കൊണ്ട് കൂടി എണ്ണി തീർക്കാവുന്ന അത്ര വിരലുണ്ടാവുന്ന അത്രയും പഞ്ചായത്തുകളെ അവർ ഭരിക്കുന്നുള്ളൂ. ഒരു മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ഭൂരിപക്ഷമുള്ളൂ. അങ്ങനെ ഒരു പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ പോലും ഇവിടെ ഒരു നിലനിൽപ്പിന് വേണ്ടി പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതൊക്കെ വലിയൊരു ആക്ഷേപമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ തവണ വാജ്പേയിയുടെ സർക്കാർ നിലവിലിരിക്കുന്ന സമയത്ത് ഇവർ ചെയ്ത അഴിമതികൾ, പെട്രോൾ പമ്പ് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അതൊക്കെ ആളുകളുടെ ഓർമ്മയിൽ ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിക്കകത്ത് തമ്മിലടി, ഗ്രൂപ്പ് വടക്ക് മൂർച്ഛിച്ച് നേതാക്കന്മാർ തമ്മിലുള്ള തൊഴുത്തിക്കൂത്ത് വ്യാപകമായതിനെ തുടർന്നാണ് കുമ്മനം രാജശേഖരനെ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചത്. അദ്ദേഹം BJPയുടെ ഒരു പ്രവർത്തകനോ നേതാവോ ഒന്നും വരുന്നില്ല. അദ്ദേഹം ഈ രംഗത്തെ പ്രവർത്തിച്ചിരുന്ന ആളല്ലേ, രാഷ്ട്രീയ നേതാവ് തന്നെ അല്ലാത്ത ഒരാളെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അയച്ചപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ്. അതില്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും BJP നേതാവിനെ സംസ്ഥാന അധ്യക്ഷനാക്കാമായിരുന്നു. അപ്പൊ ആ മത്സരത്തിന്റെ ഒരു രണ്ടാം ഘട്ടം കൂടി ഇതിനകത്തുണ്ട്. ഒരു ഭാഗക്കാർ അഴിമതി നടത്തുന്നു, മറ്റവർ അത് കുത്തിപ്പൊക്കുന്നു, അത് പുറത്തേക്ക് വിടുന്നു, അത് മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. അങ്ങനെ പാർട്ടിയുടെ മൊത്തത്തിൽ പ്രതിച്ഛായ തകർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ രണ്ടു വശം, ഒന്ന് അഴിമതിയാണ്, മറ്റൊരു പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് വഴക്കാണ്. രണ്ടും സമാസമമായിട്ട് മുന്നേറുന്നു. അതാണ് ഈ പാർട്ടിക്ക് അടുത്ത കാലത്തൊന്നും ഒരു രക്ഷ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ, ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. അഡ്വക്കേറ്റ് ജയശങ്കർ, രണ്ട് കാര്യം. ഒന്ന്, കുമ്മനം രാജശേഖരനെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലെ വിഭാഗീയത എന്ന് പറയുന്ന പ്രശ്നം അവസാനിപ്പിക്കാനാണ്. വി മുരളീധരനോടൊപ്പം നിൽക്കുന്നവരും PK കൃഷ്ണദാസിനോടൊപ്പം നിൽക്കുന്നവരും ചേരിതിരിഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഏതാണ്ട് പോരടിക്കുകയും ചെയ്യുന്ന ആ കാലത്തിന് അന്ത്യം വരുത്താനായിരുന്നു കുമ്മനം രാജശേഖരനെ BJPയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അത് ഒട്ടും ഫലം കണ്ടില്ല. വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടിയതേ ഉള്ളൂ, കുറച്ചില്ല എന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ടോ? MT രമേശിനെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ അന്വേഷണവും റിപ്പോർട്ടും ഇത് ചോർത്തലുമെന്ന് പുറത്താക്കപ്പെട്ട RS വിനോദ് അല്പസമയം മുമ്പ് സംസാരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും രമേശിന്റെ രാഷ്ട്രീയ ഭാവിയെ ഈ റിപ്പോർട്ട് ബാധിക്കുമെന്ന് കരുതാമോ നമുക്കിപ്പോൾ? അല്ല, അത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എന്നാലും രമേശ് അടക്കം പല നേതാക്കന്മാരും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. അവർ പല കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ തള്ളിവിട്ടിരിക്കുകയാണ്. അത് യാതൊരു സംശയമില്ല. പാർട്ടിക്കകത്തെ വിഭാഗീയത അവസാനിപ്പിക്കാനാണ് കുമ്മനത്തെ ഇങ്ങോട്ട് അയച്ചത് എന്ന് തത്വത്തിൽ അംഗീകരിച്ചാലും, വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും, അതുകൊണ്ട് എന്താണ് റിസൾട്ട് ഉണ്ടായതെന്നുള്ള നമ്മൾ നോക്കേണ്ടത്. ആരെ എന്താവശ്യത്തിന് അയക്കുന്നു എന്നുള്ളതല്ല. കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചുള്ള അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും പറയില്ല. ഇവിടെ VM സുധീരനെ KPCC പ്രസിഡന്റായിട്ട് അയച്ചതാണ് ഇതിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു സംഭവം. VM സുധീരൻ നമുക്കറിയാം, അദ്ദേഹത്തെ പോലെ ഇത്തരം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു അപ്പോസ്റ്റലിനെ കാണാൻ പ്രയാസമാണ്. AK ആന്റണി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആള് എന്ന് പറയാവുന്ന സുധീരനാണ്. അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തന്നെ KPCCക്കകത്ത് എടുക്കുകയും, പക്ഷെ പാർട്ടിക്കകത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോവുകയും അതുവരെ പോരടിച്ചുകൊണ്ടിരുന്ന എല്ലാ ആളുകളും VM സുധീരനെ ഒതുക്കുക എന്ന ഏക അജണ്ടയിൽ ഒരുമിച്ച് യോജിച്ച് നിൽക്കുകയും ചെയ്തു. A ഗ്രൂപ്പുകാരും I ഗ്രൂപ്പുകാരും തമ്മിൽ യോജിപ്പുണ്ടായത് ഒറ്റ കാര്യത്തിലാണ്, സുധീരനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ്. സുധീരനെ പറഞ്ഞു വിട്ടിട്ടും അവർക്ക് വീണ്ടും പഴയ പരിപാടി തുടങ്ങാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അദ്ദേഹം സംശുദ്ധമായ പ്രതിച്ഛായ ഉള്ള അഴിമതിക്കാരനല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ മറ്റ് രണ്ട് വിഭാഗക്കാരുടെ താല്പര്യം എന്താണ്? ഇദ്ദേഹത്തെ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞു വിടുക, എന്നിട്ട് ഇവരുടെ പഴയ കലാപരിപാടി വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് കോൺഗ്രസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ BJPയിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദയവായി തുടരണം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ A സജീവൻ, നാളെ BJPയുടെ ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഇന്ന് നടക്കേണ്ട യോഗം നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഈ വിഷയം
മാത്രമായിരിക്കും ചർച്ച. മറ്റൊന്നും ചർച്ച ചെയ്യാൻ ഒരു പക്ഷേ നാളെ BJP നേതൃയോഗത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം സങ്കീർണമാണ്. ശ്രീ MT രമേശ്, നാളെ നടക്കുന്ന ചർച്ചയുടെ സൂചനകൾ നൽകി. ഇത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെ അദ്ദേഹത്തിനെതിരായ ഗൂഢാലോചനയുടെ ഭാഗമോ ഒക്കെയാണ് ഈ റിപ്പോർട്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട വിനോദ് കുറെ കൂടി കടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണ സംഘത്തിൽ അല്ലെങ്കിൽ ആ കമ്മീഷനിൽ ഉൾപ്പെട്ടവരെ പറ്റി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP-യിൽ നാളത്തെ യോഗത്തോടെ എന്ത് നടക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, BJP യോഗത്തിൽ കൃത്യമായിട്ടും ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിഴുപ്പലക്കൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇത് വളരെ ബോധപൂർവം ഈ BJP-യുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ വന്ന ഒരു വെളിപ്പെടുത്തലാണ്. നമുക്ക് കൃത്യമായിട്ടറിയാം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് എന്താണ് റിപ്പോർട്ട് എന്നുള്ള കാര്യം പുറത്തറിയുമായിരുന്നില്ല. ആ റിപ്പോർട്ട് ഈ തയ്യാറാക്കിയ ആളുകൾ തന്നെ, അതിൽപ്പെട്ട ഒരാൾ ആയിട്ടുള്ള നസീർ പറയുന്നു ഇത് BJP സംസ്ഥാന പ്രസിഡന്റിന് അയച്ചു കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ചോർത്തിയതാരെന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. ഇന്ന് ഒരു BJP-യുടെ സംസ്ഥാന നേതാവ് പറഞ്ഞത് ഈ നസീർ തന്നെ ചോർത്തി എന്നുള്ളതാണ്. നസീർ പറയുന്നു മറ്റോരോ ചോർത്തി. അപ്പം ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ആരുടെയൊക്കെയോ ലക്ഷ്യമായിരുന്നു. അഴിമതിയെക്കുറിച്ചുള്ള സംഭവങ്ങൾ ഈ കൈക്കൂലി വാങ്ങുന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ പല ആളുകൾക്കും സംശയം തോന്നുന്നില്ല. കാരണം ഒരു കോളേജിൻ്റെ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. വിനോദിനെ പുറത്താക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു കോളേജിൻ്റെ, വർക്കല കോളേജിൻ്റെ കാര്യത്തിലാണ്. ആ കൊടുത്ത ആളിപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അന്വേഷണ കമ്മിറ്റി ഇത് കണ്ടെത്തിയിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. 15 കോടിയിൽ 5,60,00,000 വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിഞ്ഞു. അത് ഏതാണ്ട് പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതേ സമയത്ത് തന്നെ ചെർപ്പുളശ്ശേരി കോളേജിൻ്റെ കാര്യത്തിൽ ചെർപ്പുളശ്ശേരി കോളേജിൻ്റെ ഉടമ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് MT രമേശ് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. ഇതേ ആവശ്യത്തിന് വേണ്ടി എന്നെ വന്ന് കണ്ടിരുന്നു. ചെർപ്പുളശ്ശേരി കോളേജിൻ്റെ അതെനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, എനിക്കൊരു നഴ്സറി സ്കൂളിന് പോലും ഇങ്ങനെ അനുമതി വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചയച്ചു എന്ന് ഈ MT രമേശ് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കോളേജിനും അനുമതി കിട്ടിയിട്ടുണ്ട്. അതപ്പോൾ വേറെ എവിടുന്നോ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സംഭവങ്ങൾ വാങ്ങിക്കൊടുത്ത് 1-2 കോളേജിൻ്റെ എല്ലാം വ്യാപകമായിട്ടൊരു പക്ഷേ അന്വേഷിച്ച് കഴിഞ്ഞാൽ പല കോളേജും ഉണ്ടാവും. ഇത് ഈ കമ്മിറ്റി അന്വേഷിച്ചിട്ടുള്ളത് ഒറ്റ കോളേജിനുള്ള വർക്കല കോളേജുണ്ട്. ആ സംഭവം മാത്രമാണ്. അപ്പോൾ ഇത് ശക്തമായുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ട് ഇതൊരു വ്യക്തി മാത്രം ചെയ്തിട്ടുള്ള ഒരു കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അത് സംസ്ഥാന നേതൃത്വം കൊണ്ട് പരസ്യമായിട്ട് അവർ അതിനകത്ത് എന്തെല്ലാം വിഴുപ്പലക്കൽ നടത്തിയാലും പുറത്തേക്ക് വരുന്നത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിച്ച് അതിലൊരാളെ പുറത്താക്കിയിട്ടുണ്ട്, അത് ആ വ്യക്തി മാത്രം ചെയ്ത കാര്യമാണെന്നുള്ള രീതിയിൽ ഒതുക്കാനാണ് ശ്രമിക്കുക. പക്ഷേ അതേ സമയത്ത് ഇത് BJP-ക്കകത്തെ ഗ്രൂപ്പിസം അതിരൂക്ഷമായിട്ട് ഇനി തുടരുന്ന രീതിയിലേക്ക് ഓരോ ഗ്രൂപ്പും നേരത്തെ കുറേ കാലമായിട്ട് നടന്നു വരുന്നതാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഗ്രൂപ്പിസത്തിൻ്റെ കാര്യത്തിൽ ഇനി അത് ശക്തമാവുകയല്ലാതെ ഒരിക്കലും അത് കുറയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ റിപ്പോർട്ട് BJP പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ കയ്യിൽ കിട്ടിയിട്ട് 1 മാസത്തിലേറെയായി. ആ റിപ്പോർട്ടിന്മേൽ നടപടി എന്നതല്ല, അപ്പുറത്തേക്ക് ഒരു ചർച്ച പോലും ആ പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ല. ഈ റിപ്പോർട്ട് കയ്യിൽ വാങ്ങി BJP പ്രസിഡന്റ് വെച്ചിരിക്കുകയാണ്. അതായത് ഈ റിപ്പോർട്ടിൻ്റെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കുള്ളിൽ ഇത് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കുക എന്നതായിരുന്നു അത്ര BJP നേതാക്കളിൽ ചിലരുടെ ശ്രമം. അത് തടഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ്. ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ചർച്ചയായതോടുകൂടിയാണ് ഇത് പൊതു ചർച്ചയാക്കി മാറ്റാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ BJP-ക്ക് ഉണ്ടായത്. അതായത് ഒരു പക്ഷേ ഇത് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ BJP-ക്കകത്തു മാത്രം ചെറിയ ചർച്ചയാക്കി ഈ പരാതിക്കാരനെയും ആരോപണ വിധേയനെയും വിളിച്ചിരുത്തി പരിഹരിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് ഇത് അവസാനിപ്പിക്കുമായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? തീർച്ചയായിട്ടും ഇവിടെ BJP-യിലെ ഗ്രൂപ്പ് വഴക്ക്, തമ്മിലടി, അതൊന്നുമല്ല പ്രധാന പ്രശ്നം. ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്ര വലിയ അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു. മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് പോലും വന്നിരിക്കുന്നു. അപ്പോൾ ഇത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ വിജയകുമാർ ചോദിച്ചു 100% ശരിയാണ്. ഒരു കാരണവശാലും ഒരു നടപടിയെടുക്കില്ല. ജൂൺ 6 കിട്ടിയ ഒരു റിപ്പോർട്ട് ജൂലൈ 20 നമ്മൾ ചർച്ച ചെയ്യുന്നത് കുമ്മനം രാജശേഖരൻ നാട്ടുകാരോട് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടല്ല. ഇപ്പോൾ
അതിന് കൗണ്ടറൊക്കെയായി വന്നിരിക്കുന്നത് വളരെ തമാശയുള്ള കൗണ്ടറാണ്. 5,60,00,000 വാങ്ങിയെന്ന് പാർട്ടി നേരിട്ട് സമ്മതിച്ച ആൾ വന്ന് പറയാണ് അയാൾ സിമിയുടെ ഏജന്റാണ്. ഇത്തരത്തിൽ ഉള്ള തർക്കങ്ങൾ കൊണ്ടുവരുന്നത് അഴിമതിയുടെ റേഞ്ച് കുറയ്ക്കാനാണ്. ഇത് BJPയിലെ ഗ്രൂപ്പ് തർക്കമാക്കി നമ്മൾ കൊണ്ടുപോകുമ്പോൾ അഴിമതിരഹിത രാഷ്ട്രീയം എന്ന മഹത്തായ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഇതൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്ന അർത്ഥത്തിലേക്ക് ഇത് പോവുകയാണ്. പലപ്പോഴും നമ്മുടെ അഴിമതികളുടെ ചർച്ചകൾ പാർട്ടികൾ തമ്മിലുള്ള തർക്കം, നേതാക്കൾ തമ്മിലുള്ള തർക്കം, ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം എന്ന രൂപത്തിലേക്ക് പലപ്പോഴും അത് തരം താഴും. അഴിമതി അത് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകും. ഒരിക്കലും അങ്ങനെ പോകരുത് എന്നാണ് എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ. കാരണം അഴിമതിയാണ് ജനങ്ങളെ ബാധിക്കുന്നത്. അത് രമേശ് പറഞ്ഞോ RS വിനോദ് പറഞ്ഞോ വേറൊരാൾ പറഞ്ഞോ എന്നുള്ള ഒന്നും വിഷയമല്ല. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൻ്റെ വിശ്വാസ്യത, അവർ ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുന്നതിൽ ഇവർ ദയനീയമായി പൊതുപ്രവർത്തകർ എന്നുള്ളതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. നേരത്തെ BDJSന്റെ നേതാവ് അക്കിരമൺ പറയുന്നത് ഞാൻ കേട്ടു. ഇവർ തന്നെയല്ലേ അന്വേഷിച്ചത്. ഇവരന്വേഷിച്ചിട്ട് എന്താ കാര്യം? ഈ റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ അന്വേഷണം കൊണ്ട് എന്താ ഫലം? അപ്പൊ തീർച്ചയായിട്ടും BJPയുടെ ഒരു മാന്യതയോ ശുദ്ധതയോ ഒന്നും ഇതിനകത്തില്ല. ഇനി കുമ്മനം രാജശേഖരൻ നിയമിച്ച 2 പേരാണ് AK നസീറും KP ശ്രീശനും. നമ്മളാരും നിയമിച്ചൊന്നുമല്ല. അത് സിമിയുടെ ഏജന്റ് ആണെങ്കിൽ കുമ്മനം രാജശേഖരനാണോ സിമിയുടെ ഏജന്റ് നിയമിച്ചത്? ഇത് ഇപ്പൊ കിട്ടിയൊരു കാര്യമാണോ? അപ്പൊ ഇതില് ഇത്തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോയി വളരെ ഗൗരവതരമായൊരു വിഷയം, ഇന്ത്യയുടെ ഭരണകൂടം ചെയ്ത ഒരു അഴിമതിയുടെ ഒരറ്റം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് മുകളിലേക്ക് പിടിച്ച് ഈ അഴിമതിയിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവരെയൊക്കെ തുറന്നു കാണിക്കേണ്ട ജോലി പൊതുസമൂഹത്തിൻ്റെയാണ്, മാധ്യമങ്ങളുടെയാണ്, സർക്കാരുകളുടെയാണ്. സർക്കാരുകൾ അത് എത്ര ചെയ്യുന്നു എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഇപ്പൊ CBI അന്വേഷിച്ചാൽ എന്തായാലും സംഭവിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ഇതിനെ അങ്ങനെ കാണാതെ രമേശിനെ ഒതുക്കാൻ വിനോദിനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നസീറിനെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുപോകരുത് ചർച്ച. അങ്ങനെ പോയാലാണ് നമ്മുടെ അഴിമതിയെ സംബന്ധിച്ച് നമ്മുടെ എന്താ പറയുക ജാഗ്രത കുറഞ്ഞു പോകുന്നത് എന്നതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇവിടെ BJPക്ക് അഴിമതി വിരുദ്ധതയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ പറയാൻ ആർക്കും എല്ലാവരും അഴിമതി വിരുദ്ധരാന്നല്ലാണ്ട് പറയൂ. ഇപ്പോൾ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന് ഇനിയും BJPയുടെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് പ്രതീക്ഷയോ സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വലിയ കാലം വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു ശ്രീ CR നീലകണ്ഠൻ. കാരണം കുറച്ചുകൂടി കാത്തിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിൽ കുറെ കൂടി നെല്ലും പതിരും തിരിയാനുണ്ടെന്നാണ് ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരി പറയുന്നത്. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇക്കാര്യത്തിൽ BJP നേതാക്കൾ പറയുന്നത് ഇതാ നോക്കൂ, ഒരു അഴിമതി ആരോപണം ഉണ്ടായി, ഒരു പരാതി പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് കിട്ടി, ആ പരാതി സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തു. ആ കൊടുത്തപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വം ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ ഒരു കണ്ടെത്തൽ നടത്തി. ആ റിപ്പോർട്ട് പാർട്ടിക്കകത്ത് ചർച്ചയാക്കാൻ പോകുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കി. ഇനിയും വിശദമായി അത് ചർച്ച ചെയ്യാൻ നാളെ പോവുകയാണ്. ഇതൊക്കെ BJPയിലല്ലാതെ ഏത് പാർട്ടിയിൽ നടക്കുമെന്നാണ് BJP നേതാക്കൾ ചോദിക്കുന്നത്. അഴിമതിയെപ്പറ്റി പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കുകയാണത്രേ. ആ നിലയിൽ ഒരു അവകാശവാദം ഉന്നയിക്കാൻ BJPക്ക് കഴിയുമോ? കാരണം ഈ വിഷയത്തിൽ BJP നടത്തിയത് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തായപ്പോൾ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുന്നു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെ ഇതൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെറ്റിൽമെന്റിന് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. എങ്കിലും BJP ഇപ്പോൾ മുഖം രക്ഷിക്കാൻ പറയുന്നത് ഇതൊക്കെ BJPയിലെ നടക്കൂ. കാരണം ഈ അന്വേഷണം ആഭ്യന്തര തലത്തിൽ നടത്തി റിപ്പോർട്ട് വാങ്ങി ഞങ്ങൾ നടപടിയെടുത്തു. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു, ഈ റിപ്പോർട്ട് കൂടി വിജിലൻസിന് കൊടുത്തേക്കാം എന്ന് പറയാൻ BJPക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ. അല്ല, BJPയുടെ ആ അവകാശവാദത്തിൽ യാതൊരു കഴമ്പുമില്ല. അവരാദ്യം ശ്രമിച്ചത് എന്താണ്? ഇത് ഈ ശാക്തിക ചേരികൾ തമ്മിലുള്ള സംഘർഷത്തിൽ അതിൽ കോംപ്രമൈസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തി നോക്കി സംസ്ഥാന തലത്തിൽ. പക്ഷെ ഒരു തരത്തിലും BJPയിലെ സംസ്ഥാന നേതാക്കൾ തമ്മിലുള്ള ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ പ്രശ്നത്തിൽ അവർക്കത് ഒതുക്കി തീർക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പണം വാങ്ങൽ എന്ന് പറയുന്ന പ്രക്രിയ അത് മൂടിവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ അതിനകത്ത് മാന്യതയുടെയോ അവരുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെയോ ഒന്നും പ്രശ്നമില്ല. ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം മറ്റു പലരും ഇവിടെ അത് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ ഒന്നുകൂടെ പറയേണ്ടതുണ്ട്.
BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുമ്പ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിൽ ഇരുന്നതുപോലെയുള്ള ഒരു കാലമല്ല ഇത്. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആ പാർട്ടിയുടെ അംഗങ്ങളാണ്. അവരാണ് രാജ്യഭരണം നയിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിലാണ് 5 കോടിയിലേറെ രൂപയുടെ ഹവാല പണം ഡൽഹിയിൽ കൊണ്ടുപോയി കൊടുത്തത്. അത് ശൂന്യതയിൽ കൊടുത്തു എന്ന് പറയുന്നില്ല. സതീഷ് നായർ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തു. സതീഷ് നായർക്ക് കൊടുക്കുന്നതാവട്ടെ BJPയുടെ സഹകരണ സെല്ലിന്റെ, BJPയുടെ ശക്തമായ സംഘടനാ സംവിധാനത്തിനകത്തുള്ള ഒരാൾ വഴിയാണ്. അപ്പോൾ ആ പാർട്ടി ഇതിൽ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഇനി ഈ കേന്ദ്ര ഭരണം ഉപയോഗിച്ച് സതീഷ് നായരിൽ നിന്ന് ഈ പണം മറ്റാരൊക്കെ വാങ്ങി, ആർക്കൊക്കെയാണ് ഈ പണം എത്തിയത്, അന്വേഷിക്കാൻ സംവിധാനമുണ്ടല്ലോ കേന്ദ്രതലത്തിൽ. എത്രയോ ഏജൻസികളുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ. റോ പോലെയുള്ള, എൻഫോഴ്സ്മെന്റ് പോലെയുള്ള, പിന്നെ IB പോലെയുള്ള എത്രയോ ഏജൻസികൾ. ആ ഏജൻസികൾ മുഴുവൻ ഇക്കാര്യത്തിൽ സുതാര്യമായി പ്രവർത്തിക്കുമെന്ന ഒരു വിശ്വാസവും നമുക്കില്ല. കാരണം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിതാഹിതത്തിനനുസരിച്ച്, അതിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയായിട്ട് ഈ സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അന്വേഷിച്ച് ഈ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നൊക്കെ പറയുന്നൊരു തമാശ മാത്രമാണ്. പക്ഷേ ഇവിടെ ഈ സതീഷ് നായരിൽ നിന്ന് ഈ പണം ആരെല്ലാം കൈപ്പറ്റി, ഏതെല്ലാം രീതിയിലാണ് ഈ ഹവാല പണം സ്വരൂപിച്ചത്, 5 കോടിയിലേറെ രൂപയുടെ ഹവാല പണം ഏത് കേന്ദ്രത്തിൽ നിന്ന് വന്നു, ഏതെല്ലാം തരത്തിലുള്ള കേന്ദ്ര സാമ്പത്തിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഖ്യ കൈമാറ്റം ചെയ്യപ്പെട്ടത്, അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നം. അതല്ലാതെ ഇതിനകത്ത് BJPയിലെ ഗ്രൂപ്പ് വഴക്ക്, അത് ശരിയാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യം. വേറിട്ട പാർട്ടി എന്നൊക്കെ പറഞ്ഞിരുന്ന പാർട്ടിയുടെ ഒരു യഥാർത്ഥ മുഖം ആളുകൾക്ക് വളരെ ക്ലിയറാണ്. തമ്മിലടിയും വിഴുപ്പലക്കലും പരസ്പരം പാരവെപ്പും പരസ്പരം തകർക്കാനുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തലൊക്കെ വളരെ ശക്തമായിട്ട് നടക്കുന്നു. അതൊരു ഭാഗത്ത്. പക്ഷെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇന്ത്യയുടെ സാമ്പത്തിക സംവിധാനത്തെ തകർക്കുന്ന വിദ്രോഹ ശക്തികൾ ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നു എന്നീ കാര്യം വ്യക്തമാക്കി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ചൂണ്ടിക്കാണിച്ച കള്ളനോട്ടടി സംഘം അതും BJPക്കകത്താണ്. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാമാണ് ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ്. അപ്പോൾ BJPക്ക് ഞങ്ങൾ നടപടിയെടുത്തു എന്നൊന്നും പറഞ്ഞാൽ ഈ കുഴിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാവില്ല. അവർ ഇതുവരെ പറഞ്ഞു വന്നിരുന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛ നമുക്കറിയാം, അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. നേരത്തെ ബംഗാരു ലക്ഷ്മൺ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കെ കൈക്കൂലി വാങ്ങുന്നത് നമ്മൾ നേരിട്ട് ടെലിവിഷനിൽ കണ്ടതാണ്. ശവപ്പെട്ടി കുംഭകോണം നടന്ന ആ പാർട്ടിയുടെ കാലത്താണ്. ഇവിടെ പെട്രോൾ ബങ്ക് അഴിമതി നടന്നതും ആ കാലത്താണ്. ഒട്ടേറെ സംഭവങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും നരേന്ദ്രമോദി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്ന് പറയുന്ന ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ന്യായീകരണം കൊണ്ടും BJPക്ക് ഈ സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാനാവില്ല. ശരി, അതാണ് ഇക്കാര്യത്തിൽ CPMന്റെ നിലപാട്. ശ്രീ A. സജീവൻ, ഇക്കാര്യത്തിൽ താങ്കൾ കരുതുന്നുണ്ടോ BJPയുടെ ദേശീയ നേതൃത്വം ഇതിൽ കുറെ കൂടി കടുത്ത നിലപാടെടുക്കുമെന്ന്? ഈ അമിത്ഷായ്ക്ക് കേരളത്തിലെ BJP നേതാക്കളുടെ പ്രവർത്തനത്തിൽ ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പലപ്പോഴും ഇത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ തന്നെ അതൃപ്തി നിൽക്കുമ്പോൾ അതിനൊപ്പമാണ് കേന്ദ്ര നേതൃത്വത്തിന് ആകപ്പാടെ തലവേദനയാകുന്ന, പാർലമെന്റിലൊക്കെ വലിയ പ്രശ്നമാകുന്ന ഒരു അഴിമതി കേരള BJP ഘടകത്തെ ഇങ്ങനെ മൂടി നിൽക്കുന്നത്. ഇതിൽ ഒരു ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അത് അനിവാര്യമാക്കുന്നുണ്ടോ? കുമ്മനം രാജശേഖരന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിലും ഈ വിഭാഗീയത തഴച്ചു വളരുന്നു എന്നത് BJP ദേശീയ നേതൃത്വത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടാവില്ലേ? വീണ്ടും ഒരിക്കൽ കൂടി ഇടപെട്ട് ഇത് കുറെ കൂടി മെച്ചപ്പെടുത്താൻ അമിത്ഷാ ശ്രമിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഏതൊക്കെ തലകളായിരിക്കും ഉരുളുക? ഇതിൽ സംഭവിക്കാൻ പോകുന്ന വിജയകുമാർ, ഇതിൽ രണ്ട് കാര്യത്തിൽ ഇടപെടലാണ് വേണ്ടത്. പക്ഷേ അതിലൊരു ഇടപെടൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്ന്, പാർട്ടിക്ക് വളരെ ക്ഷീണമുണ്ടാക്കിയിട്ടുള്ള ഈ കാര്യം പുറത്തു വന്ന് ഇത് പരസ്യമായ ചർച്ചയിലേക്കും വിഴുപ്പലക്കലിലേക്കൊക്കെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമുണ്ട്.
അത് വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെതിരെയുള്ളൊരു നടപടി, കർക്കശമായിട്ടുള്ള നടപടി BJPയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നുണ്ടാകും. കാരണം 2019 എന്ന് പറയുന്നത് BJP ദേശീയ നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വമല്ല ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2019 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വീണ്ടും വരിക എന്നുള്ളത് മോദിയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടങ്ങുമ്പോൾ തന്നെ പ്രഖ്യാപിച്ച പല പദ്ധതികളും 5 വർഷത്തേക്കായിരുന്നില്ല, 10 വർഷത്തേക്കായിരുന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എല്ലാ കാര്യങ്ങളും 10 വർഷത്തെ ഒരു പ്രഖ്യാപനമായിട്ടാണ് അദ്ദേഹം നടത്തിയത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ 19 തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം. അതിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട് ഏതാണ്ട് അവർക്ക് അനുകൂലമാക്കി എടുക്കാവുന്ന രൂപത്തിൽ DMKയുടെ എല്ലാ ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, അവരവർക്ക് അനുകൂലം ആക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാവും. കർണാടകയിൽ യെദ്യൂരപ്പയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് അവർ കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാനുള്ള താല്പര്യത്തോട് കൂടിയിട്ടാണ് ഈ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി ലിസ്റ്റിൽ രണ്ടാം ഘട്ടത്തിലെ സ്മാർട്ട് സിറ്റി ലിസ്റ്റിൽ ഒന്നാമതാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊരു തലപുകയുന്നൊരവസ്ഥയിലേക്ക്, ആകെ കാര്യങ്ങൾ വഷളാക്കുന്നൊരവസ്ഥയിലേക്ക് പോയ നേതൃത്വത്തെ മൊത്തമായിട്ട് അഴിച്ചു പണിയുക, അതിലൊരു പക്ഷേ കുമ്മനത്തെ നിർത്തിയേക്കാം, ബാക്കിയുള്ള ആളുകളൊക്കെ വെച്ചുകൊണ്ടൊരു അഴിച്ചുപണിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ വേണ്ടൊരു കാര്യം, രണ്ടാമത്തെ ഇടപെടൽ എന്ന് പറയുന്നത് അഴിമതിയുടെ കാര്യത്തിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഏത് അഴിമതിയാണ്? മുഴുവൻ കാശും കൊടുത്തിട്ട് അനുമതി കിട്ടിയിട്ടുള്ള കോളേജിൻ്റെ അല്ല, അംഗീകാരം കിട്ടിയിട്ടുള്ള കോളേജിൻ്റെ അല്ല തന്നല്ലേ. മുഴുവൻ കാശും കൊടുക്കാതെ അതിൽ 15 കോടിയിൽ പറഞ്ഞതിൽ 5 കോടി 60 ലക്ഷം മാത്രം കൊടുത്ത്, എന്നിട്ടും അനുമതി ആവശ്യത്തിന് സീറ്റ് കിട്ടാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇക്കാര്യം പുറത്തു പറയുന്നത്. അത് നേരത്തെ അത് എൻ്റെ ഒരു ആരോപണമായിട്ട് പറയുന്നതല്ല, വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ട് ഈ ആദ്യം സംസ്ഥാന നേതൃത്വത്തെയും പിന്നീട് ദേശീയ നേതൃത്വത്തെയും അറിയിക്കുകയായിരുന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതിൽ കിട്ടിയവനും കിട്ടാത്തവനും തമ്മിലുള്ള പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് മാത്രമാണ് ഒരു കോളേജിന് വേണ്ട സീറ്റുകളുടെ അനുമതി കിട്ടാത്തതിൻ്റെ പേരിലാണ്. കിട്ടിയ കുറേ കോളേജുകളുണ്ട്. ഇതിൽ ഒരു കോളേജിൻ്റെ, ചെർപ്പളശ്ശേരി കോളേജിൻ്റെ ഉടമ BJP നേതാക്കന്മാരെ സമീപിച്ചതായിട്ട് BJP നേതാക്കന്മാർ തന്നെ സമ്മതിച്ചൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് കൊടുത്ത കോളേജിൻ്റെ ആരും പുറത്തു പറയില്ല, കാരണം അവർക്ക് അനുമതി കിട്ടിക്കഴിഞ്ഞ കാര്യമാണ്. കിട്ടാത്ത മാത്രമേ പുറത്തു. അപ്പം ഇത് പൂർണ്ണം അഴിമതി വേരോടുകൂടി പുറത്തേക്ക് കൊണ്ടുവരാൻ BJPയുടെ ദേശീയ നേതൃത്വത്തിന് ഇടപെട്ട് കഴിയും. പക്ഷേ അതിലേക്ക് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ഈ അഴിമതി മുക്തമായിട്ടുള്ള BJP, അഴിമതി മുക്തമായിട്ടുള്ള ഭരണം എന്ന ഒരു സംഭവത്തിൽ വന്ന് ക്ഷീണമുണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇടപെടലിലേക്ക് BJP ദേശീയ നേതൃത്വം പോവില്ല. പകരമായിട്ട് ഒരു അഴിച്ചുപണി നടത്തുകയും ഇതൊരു വ്യക്തി മാത്രം നടത്തിയ ഒരു അഴിമതി എന്ന രീതിയിലേക്ക് ഈ സഹകരണ സെല്ലിൻ്റെ കക്ഷി മാത്രം, വിനോദം മാത്രം നടത്തിയിട്ടുള്ള അഴിമതിയാക്കിയിട്ട് മാറ്റിയിട്ട് അത് ഒതുക്കി തീർക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ, അതിനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഈ സഹകരണ സെൽ കൺവീനർ വിനോദിനെ പുറത്താക്കി, ഇനിയിപ്പോൾ വിജിലൻസിന്റെ കേസ് വരുമ്പോൾ അത് അന്വേഷിച്ചു കൊള്ളട്ടെ, അങ്ങനെ ഈ പ്രതിസന്ധി BJPക്ക് തരണം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ വിനോദിനെ പുറത്താക്കി എന്നതുകൊണ്ട് മാത്രം ഇതിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചു, ഞങ്ങൾ കൈ കഴുകിയെന്ന് പറയാൻ BJPക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. നമ്മളത് തുടക്കം മുതൽ ചർച്ച ചെയ്ത കാര്യമാണ്. 5.5 കോടി രൂപ ഒരാൾക്ക് നല്ല വിവരവും തലയ്ക്ക് വെളിവുള്ള ഒരാൾ കൊടുക്കണമെങ്കിൽ കേവലം ഒരു RS വിനോദ് എന്ന് പറയുന്ന കൺവീനറെ, ഒരു സഹകരണ സെല്ലിന്റെ കൺവീനറെ മാത്രം കണ്ട് കൊടുക്കുവോ? അതിനെന്തെല്ലാം ബന്ധങ്ങളുണ്ട് എന്ന് BJPയെ നന്നായി അറിയാവുന്നവർക്കറിയാം. നേരത്തെ സജീവൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ അംഗീകാരം കിട്ടിയ കോളേജുകളുണ്ട്, ഇതിനു മുമ്പ് അത് വാങ്ങിക്കൊടുത്ത ആളുകളുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പണം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇത് ഒരു സാമ്പിൾ കേസ് പുറത്തു വന്നു പോയതാണ് അബദ്ധത്തിന്. ആ പുറത്തു വന്ന കേസ് നേരത്തെ പറഞ്ഞ പലരും ഉപയോഗിച്ച പഴഞ്ഞ ശൈലി, വലിയൊരു മഞ്ഞുമലയുടെ അറ്റം തന്നെയാണ്. ഇത് മറച്ചു വെക്കാൻ ഒരാളെ മാറ്റി വേറൊരാളെ വെച്ച്, ഇയാളെ മാറ്റി അങ്ങോട്ട് മാറ്റി വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. മാത്രവുമല്ല, ഇപ്പോൾ ഇത് BJPക്ക് അകത്തുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ കേവലം സെറ്റിൽ ചെയ്ത് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം ഇനി ഇതിന് നാട്ടുകാരോട് മറുപടി പറയണ്ടേ? ഇപ്പൊ BJP മിണ്ടാതിരുന്നാലും മാധ്യമങ്ങൾ മിണ്ടാതിരുന്നാലും പൊതുസമൂഹത്തിന് മുമ്പിൽ BJP അസലായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാ മറികടക്കുക? അത് മറികടക്കണമെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികളുണ്ട്.
ഇപ്പം അന്വേഷണം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഭയം ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മേപ്പോട്ട് പോയാൽ പിന്നെ ആരന്വേഷിക്കുമെന്ന ചോദ്യമൊക്കെ ഉണ്ട്. വിജിലൻസിന് കഴിയോ, വേറെ ആർക്കെങ്കിലും കഴിയോ, CBI ഇത് അന്വേഷിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവൻ പുറത്തു വന്നോളന്നൊന്നുമില്ല. കാരണം പുറത്തു വന്നാൽ ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ അടിവേര് വരെ ഇളകുന്ന തരത്തിലേക്ക് ഇത് പോകാം. അതുകൊണ്ട് ഒതുക്കി തീർക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ BJPയുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കുക എന്നത് കേരളീയ സമൂഹത്തിൽ ഇനി എളുപ്പമല്ല. അതിന് വലിയ ഇടിവ് പറ്റിയിരിക്കുന്നു എന്ന കാര്യം അതവർക്ക് അംഗീകരിച്ചേ പറ്റൂ. അത് തിരിച്ചു കൊണ്ടുവരാൻ അവർ എങ്ങനെ ശ്രമിച്ചാലും വിജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇക്കാര്യത്തിൽ ഇന്ന് ഈ RS വിനോദ് എന്ന് പറയുന്ന പുറത്താക്കപ്പെട്ട BJP നേതാവ് അല്ലെങ്കിൽ സഹകരണ സെല്ലിൻ്റെ കൺവീനർ പറയുന്നത് ഇതിൽ CBI അന്വേഷണം തന്നെ വേണം, CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കട്ടെ എന്നാണ് ഈ പുറത്താക്കപ്പെട്ട നേതാവ് വെല്ലുവിളിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ മെഡിക്കൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ അനുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്യണം, അത് അന്വേഷിക്കണം, അതിനൊക്കെ സർക്കാർ മുൻകൈ എടുക്കണം. അങ്ങനെ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. അപ്പോൾ അറിയാം ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്, എവിടൊക്കെയാണ് പണം പോയിട്ടുള്ളത് എന്നറിയാം. ആ നിലയ്ക്കൊക്കെ അന്വേഷണം വേണ്ടി വരുമോ? അതായത് ഇതൊരു BJPക്കുള്ളിൽ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഈ സംഭവം പുറത്തു വന്നതാണ്. ഈ പുറത്തു വരാതെ പോയ എത്രയോ കേസുകളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അംഗീകാരം ലഭിച്ച മെഡിക്കൽ കോളേജുകളുടെയും ഒക്കെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 5,60,00,000 രൂപ എന്നത് അതിൻ്റെ ഒരു ചെറിയ സംഖ്യയാണ്. എത്ര കോടികൾ ഇതിന് പിന്നിൽ മറിഞ്ഞിട്ടുണ്ടാകും? അതൊക്കെ ഈ വിജിലൻസ് അന്വേഷണത്തിലൂടെ വെളിവാകുമോ? ശ്രീ CR ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനിയിപ്പോൾ CBI ആണ് ഇത് വരുന്നതെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നതും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ സാധിക്കുമോ? പരിമിതികൾ ഉണ്ടാവില്ലേ? അല്ല, സംസ്ഥാന വിജിലൻസിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ അവർ കണ്ടെത്തട്ടെ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. കേന്ദ്ര ഏജൻസി ഇപ്പോൾ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്ര അന്വേഷണത്തെ നമുക്ക് ആർക്കെങ്കിലും തടസ്സപ്പെടുത്താൻ കഴിയുമോ? കേന്ദ്രത്തിന്റെ അന്വേഷണ സംവിധാനങ്ങൾ എല്ലാം രഹസ്യമായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാം. ഏത് അന്വേഷണ ഏജൻസി ഉപയോഗപ്പെടുത്തിയാലും ഇപ്പോൾ നടന്ന കാര്യങ്ങൾ, BJPയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ ഇല്ലാതാകുമോ? പണം കൊടുത്തു, ഞാൻ വാങ്ങിയ സതീഷ് സമ്മതിക്കുന്നുണ്ട്. അതൊരു സാധാരണ കാര്യം എന്ന മട്ടിലാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോൾ കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേവലം ഇത് മാത്രമല്ലല്ലോ. പാലക്കാട്ടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ്. മലപ്പുറത്ത് സമാനമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ദേശീയ കൗൺസിൽ നടത്തിപ്പിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ദേശീയ കൗൺസിൽ യോഗത്തിന്റെ വലിയ അതിന് വേണ്ടിയിട്ട് വന്ന ചെലവുമായി ബന്ധപ്പെട്ട് പോലും അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പൊ സർവത്ര അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സംവിധാനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ മെഡിക്കൽ കോളേജ് അഴിമതി എന്ന് പറയുമ്പോൾ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമല്ല, അംഗീകാരം കൊടുത്ത കോളേജുകൾ ഏതെല്ലാം തരത്തിലാണ് അംഗീകാരങ്ങൾ വാങ്ങിയെടുത്തത്, ആരെല്ലാമാണ് ഈ ഇടപാടുകളുടെ പുറകിൽ ഉണ്ടായിരുന്നത്, ഈ കാര്യം യഥാർത്ഥത്തിൽ ശ്രീ വിനോദ് വെല്ലുവിളിക്കുന്ന പോലെ കേന്ദ്ര തലത്തിൽ അന്വേഷണം നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നടന്നാൽ തന്നെ ഏതെല്ലാം കാര്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്കറിയില്ല. ഏതായാലും വലിയ അഴിമതി കേന്ദ്ര BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാനായി എന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും സവിശേഷവും ശ്രദ്ധേയവുമായ കാര്യമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ A. സജീവൻ, കോൺഗ്രസിലാണ് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളത് തലമുറ മാറ്റം, നേതൃമാറ്റം, കേന്ദ്ര ഇടപെടൽ. ഇത് മൂന്നും അതേപോലെ BJPയിലും ഇപ്പോൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. ഇവിടെയും ഇത് വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസിൽ കുറെ കൂടി ദുഷ്കരമായിരിക്കും അത് നടപ്പിലാക്കാൻ. പക്ഷേ BJPയിൽ കുറെ കൂടി എളുപ്പമാണ്. കാരണം BJP ദേശീയ നേതൃത്വം അത്രയും ശക്തവും സംസ്ഥാന നേതൃത്വവും അങ്ങനെ വളരെ ദുർബലവുമായിരുന്നിരിക്കെ കേന്ദ്രത്തിന് വേഗത്തിൽ ഇതിൽ പിടിമുറുക്കാൻ കഴിയും. അങ്ങനെ നേതൃമാറ്റം, തലമുറ മാറ്റം, കേന്ദ്ര ഇടപെടൽ, ഇത് മൂന്നിനും വഴിയൊരുക്കുമോ ഈ വിവാദം? അല്ല, BJPയിൽ ഈ തലമുറ മാറ്റം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാലോ, ആദ്യഘട്ടത്തിൽ കുറേ കാലം KG മാരാരും
മറ്റുണ്ടായിരുന്ന സമയത്ത് അതിനുശേഷം ഈ മാറ്റങ്ങൾ തുടർച്ചയായിട്ട് വന്നപ്പോൾ മുരളീധരൻ യുവാവ് എന്നുള്ള നിലയിലായിരുന്നല്ലോ. ഇങ്ങനെ ഓരോ ആളുകളും വരുമ്പോഴും ഇപ്പോഴും കുമ്മനം മാത്രമാണ് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആൾ. അപ്പം അങ്ങനെ അത് ഈ മാറ്റങ്ങൾ പലപ്പോഴും ഇതിലുണ്ടായിട്ടുണ്ട്. ശ്രീധരൻപിള്ള ആകുമ്പോഴും അദ്ദേഹത്തെ ഒരു യുവത്വത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട്, പക്ഷേ ആ മാറ്റം വന്നതുകൊണ്ട് BJPയിൽ ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നുള്ളതാണ്. ഈ ഗുണപരമായിട്ടുള്ള മാറ്റം അത് എല്ലാ ആളുകൾക്കും പിന്നെ എല്ലാ ആളുകളെയും ആകർഷിക്കാവുന്ന അഴിമതി മുക്തമായിട്ടുള്ള ഒരു ഫോറമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മാറണം. ഒരു പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 നേതാക്കന്മാർക്കോ അഴിമതി മുക്തരായിട്ട് പോരാ. മാത്രമല്ല ഇതിനകത്ത് എത്രമാത്രം വന്നാലും അടുത്ത ഒരു ഗ്രൂപ്പ് പുറത്തേക്ക് വരുമ്പോഴേക്കും മറ്റേ ഗ്രൂപ്പിനെതിരെയുള്ള പാരവെപ്പിനുള്ള പണികളായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഓരോ തവണയും എല്ലാ BJP പ്രവർത്തകർക്കും BJP നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടം ഏത് സമയത്താണ് കേരളത്തിൽ 9% മുകളിലേക്ക് സീറ്റ് കിട്ടാത്ത ഘട്ടത്തിലാണ് ഈ ഒരു പോരാട്ടം എത്രയോ കാലമായിട്ട് നടക്കുന്നത്. 6 മുതൽ 9 വരെയുള്ള ഈ ശതമാനത്തിന് മുകളിലായിരുന്നല്ലോ കുറേ കാലമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് കൂടി. എന്നിട്ട് അത് കൂടിയത് പോലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമില്ല. ആ ദേശീയ നേതൃത്വം ഇടപെടുകയും ദേശീയ തലത്തിൽ അവർക്ക് ശക്തി ഉണ്ടാകും, ഭരണം കിട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർ കേരളത്തിലേക്ക് താല്പര്യം കാണിച്ചുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംസ്ഥാന നേതൃത്വം ഒരിക്കൽ പോലും അവരുടെ നേതൃപാടവം കാണിച്ചിട്ടേ ഇല്ല. ഒരു ഘട്ടത്തിൽ പോകാൻ കാരണം ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പാരവയ്ക്കുന്നത് അതിനകത്തുള്ള എതിർത്ത് ഗ്രൂപ്പ് തന്നെയാണ്. അതിപ്പോൾ പുറത്തായി. ഏറ്റവും കൂടുതൽ തന്നെ ഈ അന്വേഷണം നടത്തിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള നസീറിനെതിരെ പോലും ആരോപണം പുറമേ നിന്നല്ലല്ലോ വന്നിട്ടുള്ളത്. സംസ്ഥാന നേതാക്കന്മാർ പ്രവർത്തകരാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിന്നൊരു സംസ്ഥാന നേതാവ് പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. വളരെ നസീറിൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നു. കമ്മിറ്റിയെ നിയോഗിച്ച് 2 ആളെ കമ്മിറ്റി വെച്ചിട്ടുള്ളത് വേറെ ആരുമില്ലല്ലോ, സംസ്ഥാന പ്രസിഡൻ്റാണ്. ഈ സംസ്ഥാന പ്രസിഡന്റ് വെച്ചിട്ടുള്ള കമ്മിറ്റിയിൽ നേരത്തെ തന്നെ നസീറിനെ കുറിച്ച് ഇവർക്ക് താല്പര്യക്കുറവുണ്ട്. അദ്ദേഹത്തെ മാറ്റേണ്ടിയിരുന്നില്ലേ? അപ്പോൾ നസീറിനെ കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഇത് പുറത്ത് വന്നതിൻ്റെ കുറ്റം നസീറിലേക്കാണെന്ന് പറയുന്നു. നസീർ പറയുന്നു ഞാനല്ല, ഞാൻ അയച്ചു കൊടുത്ത് മറ്റാരോ ചോർത്തി എന്നുള്ളതാണ്. അപ്പോൾ എവിടെ നിന്നാണ് ചോർന്നുള്ള പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ചുള്ള തർക്കം ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പോൾ ഈ അഴിമതിയുടെ പ്രശ്നം മാത്രമല്ലാത്ത രൂപത്തിൽ അതിഭീകരമായിട്ട് ഇത്രയും വന്നിട്ട് കേന്ദ്ര നേതൃത്വം ഇത്രയും കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി നോക്കുന്നു എന്ന് വരുമ്പോഴും ഘടകകക്ഷിയായിട്ടുള്ള BDJS അതിശക്തമായിട്ടുള്ള നിലപാട്. ഇവിടെ വക്കീരമണ്ണൊക്കെ ഇപ്പോഴും സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞല്ലോ നിലപാട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ പറയുമ്പോഴും ഇതിനകത്ത് ഇപ്പോഴും വിഴുപ്പ് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ഗതികേട്. ഈ ചർച്ചയിൽ ഒരു BJP നേതാവ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് ചോദിക്കാമായിരുന്നു. കാരണം BJP നേതാക്കളെ ഇതിലേക്ക് ക്ഷണിച്ചുവെങ്കിലും ആരും പങ്കെടുക്കാൻ തയ്യാറായില്ല. ടെലിഫോൺ ലൈനിൽ എത്താമെന്ന് പറഞ്ഞവരെയും ഈ ഘട്ടത്തിൽ വിളിച്ചിട്ട് ലഭ്യമാകുന്നുമില്ല. ശ്രീ A. സജീവൻ, താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് BJPക്കുള്ളിൽ ഒരു ചർച്ച നടത്തിയായിരുന്നില്ല ഈ സമിതിയെ നിയോഗിച്ചത്. ഇത് കേന്ദ്രത്തിന് ലഭിച്ച പരാതി സംസ്ഥാനത്തിന് ലഭിക്കുകയും സംസ്ഥാനത്തിന് കൈമാറുകയും കുമ്മനം രാജശേഖരനൊരു അന്വേഷണത്തിന് സമിതിയെ നിയോഗിക്കുകയുമാണ് ചെയ്തത്. പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ഒരു സമിതി ആയിരുന്നില്ല എന്നത് ഈ നേതാക്കളുടെ ആരോപണത്തെ കുറേയൊക്കെ ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ് ഈ നസീറിനെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയതിന് എന്തിനായിരുന്നു എന്ന ചോദ്യങ്ങൾക്കൊക്കെ കുറേ സാധുത ലഭിക്കുന്നത് ഇത് വിശാലമായ ഒരു കമ്മിറ്റി തീരുമാനിച്ച സമിതിയല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഏതായാലും അതിൻ്റെ സാധുത BJP തീരുമാനിക്കട്ടെ. BJP വെച്ച കമ്മിറ്റിയാണല്ലോ. അവസാനമായി ശ്രീ CR നീലകണ്ഠൻ, ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അഴിമതിയുടെ ഇടപെടലിനും അതിനുള്ള സാധ്യതയ്ക്കും കുപ്രസിദ്ധമായ ഒരു ബോഡിയാണ്. അതിൻ്റെ ഭരണം കാര്യക്ഷമമല്ലാത്തത് കൊണ്ടാണല്ലോ ഒരു ലോധ കമ്മിറ്റിയെ അതിന് മുകളിൽ വെച്ചിരിക്കുന്നത്. ആ കമ്മിറ്റി വേണ്ട എന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു പറ്റില്ല, ആ കമ്മിറ്റി നിലനിൽക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് നടപടിയെടുക്കാനും പറഞ്ഞു. സ്വാഭാവികമായും ഇവിടെ അഴിമതിക്കുള്ള സാഹചര്യം ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് വെച്ചാൽ BJPയുടെ അന്വേഷണ റിപ്പോർട്ട് അതിലെ സാഹചര്യ തെളിവുകൾ ഈ റിപ്പോർട്ട് ശരിവെക്കുന്നുണ്ട് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്. ലോധ കമ്മിറ്റി വന്നു, സുപ്രീം കോടതി ഇടപെടൽ വന്നു, ഇതൊക്കെ വന്നിട്ടും വൻതോതിൽ പണം വാങ്ങിയാണ് ഇവർ അംഗീകാരം നേടുന്നത്. ഈ പണം ഇവർ എന്റെയും നിങ്ങളുടെയും വിജയകുമാറിന്റെയും ചികിത്സയിൽ നിന്നല്ലേ എടുക്കുക? എവിടുന്നാ അവർക്ക് ഈ പണം തിരിച്ചു കിട്ടുക? നാട്ടുകാരെ ചികിത്സിച്ച് കൊള്ള ചെയ്ത പണമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആരോഗ്യ രംഗത്തെ
കാർന്നു തിന്നുന്ന വലിയൊരു ക്യാൻസർ അത് അതുപോലെ തന്നെ ഇപ്പോൾ തുടരുന്നു. കോൺഗ്രസിന്റെ കാലത്തുണ്ടായി, അത് തന്നെ ഇപ്പോഴും തുടരുന്നു. അതിന് BJPയും കൂട്ടുനിൽക്കുന്നു. അതിന് അടിമുടി BJP നേതാക്കന്മാർ അടക്കം അതിൽ പങ്കാളികളാവുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നത്. മെഡിക്കൽ കൗൺസിൽ ശുദ്ധീകരിച്ചില്ല, ലോധ കമ്മിറ്റിക്ക് ക്രിക്കറ്റും ശുദ്ധീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഏതായാലും ഇത് പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൽ നമ്മൾ ഭയപ്പെടണം. ആ അർത്ഥത്തിലാണ് ഞാൻ ഈ മുഴുവൻ എപ്പിസോഡിനെയും കാണുന്നത്. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.